ഓൾ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ചെറിയുള്ളി എങ്ങനെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് ചെറിയുള്ളിയുടെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഞെട്ടുഭാഗം എല്ലാ ചെറിയുള്ളിയുടേതും ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. എന്നിട്ട് ഞെട്ട് കളഞ്ഞെടുത്ത ഉള്ളിയെല്ലാം ഒരു നല്ല കുഴിയുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ഉള്ളി മൂടത്തക്ക വിധം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം തിരുമ്മി കഴുകിയെടുക്കുമ്പോൾ തന്നെ ഉള്ളിയുടെ എല്ലാ തൊലിയും പോയി നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ചെറിയുള്ളി എത്ര അധികം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റും. സെക്കൻഡ് ടിപ്പ്, കറികളിലൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ ഒരു തവി ചോറെടുത്തിട്ട് ഇതുപോലെ ഒരു കിഴിയായി കെട്ടി അത് ആ കറിയിൽ ഇറക്കി വെക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിയിലെ ഉപ്പ് എല്ലാം ഈ ചോറ് വലിച്ചെടുക്കും. കറിയിൽ ഒട്ടും തന്നെ ഉപ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഞാൻ നാരങ്ങ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടിപ്പാണ്. ഞാൻ നാരങ്ങയായിട്ടല്ല സൂക്ഷിച്ച് വെക്കാറ്, നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നാരങ്ങ പിഴിഞ്ഞ് അതിലെ അല്ലിയും കുരുക്കളൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മളെ ഐസ് ഡ്രോയിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തോളമൊക്കെ ഏകദേശം ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അടുത്ത ടിപ്പ് കറിവേപ്പില സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ്. വാഴയിലയിൽ പൊതിഞ്ഞ് ഒരടപ്പുള്ള പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പില നല്ല ഫ്രഷായിട്ടിരിക്കും. ഒരു മാസത്തോളമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ കറിവേപ്പില ഇരിക്കും. അപ്പോൾ അടുത്ത ടിപ്പ് എങ്ങനെയാണ് പെട്ടെന്ന് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി അല്ലിയുടെ നടുകെ കീറിയിട്ട് പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര അധികം വെളുത്തുള്ളി ഉണ്ടെങ്കിലും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ മുരിങ്ങ, ചീര അതുപോലെയുള്ള ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴും നല്ല ഫ്രഷായിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മുരിങ്ങയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കമ്പൊക്കെ കളഞ്ഞ് ഊരിയെടുത്തിട്ട് എല്ലാ കമ്പും കളഞ്ഞ് ഊരിയെടുത്തിട്ട് നമ്മളൊരു ടൈറ്റായിട്ടുള്ള അടപ്പുള്ളൊരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴും ഈ ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും. പിന്നെ ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ട് വരും, നല്ല തെളിഞ്ഞിട്ട് വരും. ഇങ്ങനെ ചീരയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ തന്നെ നന്നായിട്ട് നല്ല ഫ്രഷായിട്ട് എത്ര വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത ടിപ്പ്, നമ്മുടെ അരിപ്പൊടി, ഗോതമ്പ് പൊടി അതുപോലെയുള്ള പൊടികൾ നമ്മൾ കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ പൊടി ഇട്ട് വെച്ച പാത്രത്തിൽ 1 or 2 ബേ ലീഫോ അല്ലെങ്കിൽ ഒരു നീമിൻ്റെ തണ്ടൊക്കെ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളൊന്നും വരില്ല, പൊടി കട്ട പിടിക്കില്ല, എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയൊക്കെ നല്ല ഫ്രഷ്നെസ്സോട് കൂടി ഇതുപോലെ കേടാവാതെ കീടങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ബൗളിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. പൊടി നല്ല ഫ്രഷ്നെസ്സോട് കൂടി ഇരിക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൗളാണ്, അതാണ് ഇത്ര ചെറിയ ബൗള്. ഇങ്ങനെയൊന്നും ആകുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് വെക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ 1 or 2 കിലോനൊക്കെ മുളക് വാങ്ങി പൊടിപ്പിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 1 കിലോ മുളക് 2 കിലോ മുളകൊക്കെ ആകുമ്പോൾ അത് നമ്മൾ ഒരുപാട് കാലം വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ പോവും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പൊടിച്ച പൊടിൻ്റെ ഫ്രഷ്നെസ്സ് ആ പൊടി തീരുന്നത് വരെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പിട്ട് സൂക്ഷിക്കുന്നത്. പപ്പട സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ടിപ്പാണ്. പപ്പട നമ്മൾ ഒന്നുകിൽ ഇതുപോലെ കവർ തന്നെ വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു കുപ്പിയിലിട്ട് വെക്കും. അങ്ങനെ ചെയ്യാതെ നമ്മളൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പപ്പടം എത്ര കാലം കഴിഞ്ഞാലും ഫ്രഷായിട്ടിരിക്കും. നല്ല നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പൊള്ളച്ച് വരും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പപ്പടമൊക്കെ പൊള്ളപ്പൊക്കെ പോയി പൂത്ത് വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് എത്ര കാലം, 1 വർഷമോ എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിക്കാം. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവർ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പപ്പടമൊക്കെ വാങ്ങിപ്പോവും.
അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് 1-2 വർഷം വരെ നല്ല ഫ്രഷായിട്ട് നല്ല പപ്പടം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ കുളിക്കുന്ന സോപ്പൊക്കെ തീരാറായി കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്ന സോപ്പ് എടുത്തിട്ട് പാത്രം കഴുകിക്കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വരും. പിന്നെ നല്ല ഷൈനിങ്, നല്ല ഒരു അലുമിനിയം പാത്രമൊക്കെയാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ നല്ല വൃത്തിയായിട്ട്, അലുമിനിയം പാത്രമൊക്കെ നല്ല സ്റ്റീൽ പോലെ തിളങ്ങും, നല്ല വൃത്തിയായി നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യാറ്, ഞാൻ എൻ്റെ എല്ലാ പാത്രം ഇങ്ങനെയാണ് കഴുകാറ്. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ഈ പാത്രം നല്ല ഷൈനിങ് ഉണ്ട്, നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് ടിപ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം കാണാത്തവർ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.